ചാക്കോ മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. സാറ് വിളിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇരിക്കൂ. എന്താ ഫാദറും ഇവരോടൊപ്പം കൂടിയിരിക്കുകയാണ്? എന്താ നിങ്ങളുടെ പ്രശ്നം? ചാക്കോ മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും മരണം ആത്മഹത്യയെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയില്ല സർ. സൂയിസൈഡ് ആണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകമാണെന്ന് ആധികാരികമായി പറയുവാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാകുമോ? എവിഡൻസ് ഒന്നുമില്ല സർ. പക്ഷെ ചാക്കോ മേസ്ത്രിയും കുടുംബവും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെയുള്ള ആളല്ല ചാക്കോ മേസ്ത്രി. വർഷങ്ങളായിട്ട് ആ കുടുംബത്തെ നന്നായിട്ട് എനിക്കറിയാം. ദൈവഭയമുള്ള ഒരു അഭിമാനികളുമാണ്. അച്ചോ, ദൈവവിശ്വാസികളും അഭിമാനികളുമാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊരു ആത്മഹത്യയാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നില്ല സർ. ദുരൂഹ സാഹചര്യത്തിലൊരു മരണം ഉണ്ടായാൽ നാട്ടുകാർക്ക് പല അഭിപ്രായം ഉണ്ടാകാം. അത് കേട്ട് ഞങ്ങൾക്ക് കേസ് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല സർ. മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും മരണത്തിന് പിന്നിൽ ഏതോ ശക്തികൾ മറഞ്ഞിരിപ്പുണ്ട്. അതാരാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ എത്രയും പെട്ടെന്ന് സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിച്ച് ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടത്തണം സർ. ഇല്ലെങ്കിൽ ഇനിയും ആനമുടി കൊക്കയിൽ ഇതുപോലുള്ള പാവങ്ങളുടെ ശവശരീരങ്ങൾ കണ്ടെന്നു വരും. സാർ ഇക്കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത്. നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടപ്പായി. ഓരോരുത്തർ ജനിച്ചു വീഴുമ്പോഴേ ഒടേതമ്പരാൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവൻ ഇടിവെട്ടുകൊണ്ട് ചാവണം, മറ്റവൻ പാമ്പേടിയിട്ട് ചാവണം എന്നൊക്കെ. ഇതിപ്പോ ചാക്കോ മേസ്ത്രിയും കുടുംബത്തിനും ആനമുടിക്കൊക്കെയും ചാടിച്ചാകാനാ മുകളിൽ നിന്ന് വിധിച്ചിരിക്കുന്നത്. മേസ്ത്രി എന്നുള്ളയും പോട്ടേന്ന് വെക്കാം. പക്ഷെങ്കിൽ ആ രണ്ട് പെങ്കൊച്ചുങ്ങള്, എന്റെ പടച്ചവനെ, മരിച്ചു കിടന്നിട്ടും എന്തൊരു അട്രാക്ഷനാ. ഉള്ളത് പറയാലോ, ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതാണേലും ആ കൊച്ചുങ്ങളെ കണ്ടിട്ട് തന്നെയാ ചാക്കോ മേസ്ത്രി വന്നപ്പോ ഞാൻ രൂപ എണ്ണി കൊടുത്തത്. എന്നിട്ട് മേനോൻ വല്ല പണി ഒപ്പിച്ചായിരുന്നോ? കുടിച്ച് വെളിവില്ലാതെ പറയുന്നതാണേലും ആക്ഷൻ കൗൺസിലുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാന്നേ. അല്ലെങ്കിൽ തന്നെ സമരമൊന്നും പിന്നെ ഓഫീസ് പിക്കറ്റിംഗ് എന്നും പറഞ്ഞ് ആ പ്രതാപന് നേതൃത്വത്തിൽ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്നേ. അവനൊന്നും വേറെ പണിയില്ലെന്നേ. ചത്തോരോ ചത്തു. ഇനി അതിന്റെ പേരിൽ കുറെ ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ ഇളക്കുക, വെറുതെ ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ. ചാക്കോ മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും മരണം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താമെന്ന് ആക്ഷൻ കൗൺസിലിന് IG ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. ലോക്കൽ പോലീസ് ഇപ്പോൾ തന്നെ ആത്മഹത്യയാണെന്ന് വിധി എഴുതി കഴിഞ്ഞു. ആ നിലയ്ക്ക് IG-യുടെ ഉറപ്പിന് അത്ര കണ്ട് വില കൽപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ കാര്യത്തിൽ നിങ്ങളാണ് ഒരു തീരുമാനം പറയേണ്ടത്. എന്തായാലും IG-യെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നേട്ടം തന്നെയാ. പക്ഷെ പ്രതാപൻ പറയുന്നത് പോലെ ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നീതിപൂർവമായ ഡിസിഷൻ ഉണ്ടാകുന്നവരെ നമ്മൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സമരവും കാര്യങ്ങളും ഇതേപോലെ തന്നെ മുന്നോട്ട് നീങ്ങട്ടെ. പക്ഷെ അതോടൊപ്പം പാരലായി ഒരു കാര്യം കൂടി ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രതാപൻ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ കൂടിയല്ലേ. ആ നിലയ്ക്ക് ഇക്കാര്യത്തിൽ അല്പം രാഷ്ട്രീയ സ്വാധീനം കൂടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനമുടി കൊലക്കേസിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ ആക്ഷൻ കൗൺസിലിന്റെ പരാതി നമുക്ക് നേരിട്ട് മുഖ്യമന്ത്രി അറിയിച്ചാലോ? അച്ചോ, അക്കാര്യത്തിൽ രണ്ടാമൊന്ന് ആലോചിക്കേണ്ടി വരും. ആക്ഷൻ കൗൺസിലിന് പ്രത്യേക ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പുറകെ പോകുന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയക്കാരെ കണ്ടുവെന്ന് വെച്ച് ആക്ഷൻ കൗൺസിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തിലാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ തന്നെ അതിനെ നമ്മൾ മുഖവിലക്കെടുക്കേണ്ട കാര്യവുമില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായിട്ടാണ്. മാത്രമല്ല, അറിഞ്ഞു കേട്ടിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം. ആ നിലയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹം പരിഗണിക്കും തന്നെയാണ് എന്റെ വിശ്വാസം. എന്തു പറയുന്നു പ്രതാപൻ? ഫാദർ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ CM-നെ അറിയിക്കുന്നു. അദ്ദേഹം എന്താ പറയാന്നറിയാലോ. ഇങ്ങനെ കിടന്ന് വെള്ളം വെക്കാന്ന് വെള്ളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എടാ, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. അത് ശരി, ഈ വീടാലി കോർപ്പറേഷന്റെ കട ഇവിടെയും തുടങ്ങിയോ? ഈ CKP-യുടെ ഓരോ ഭരണപരിഷ്കാരങ്ങള്. ഇത് കള്ളുകടയല്ല, മുഖ്യമന്ത്രിയെ കാണാനുള്ള ക്യൂവാ. എന്തോ എന്റെ പൊന്നു മോനെ, നിന്റെ ഈ കഷണ്ടിടല്ലോ മുഖ്യമന്ത്രി വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല കേട്ടാ. കുട്ടിയുടെ ഓപ്പറേഷൻ വല്ലതാണോ? എങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. സത്യം. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ വിളിച്ചു. പാവം മുഖ്യമന്ത്രി നാട്ടിൽ ഇതുപോലെ പരാതി കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന, നാട്ടിൽ ഇതുപോലെ വികസനം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഈ ലോകത്തുണ്ടാകത്തില്ല.
എന്നിട്ട് എന്ത് കാര്യം? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ദാഹം പൈങ്കിളിയെ എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങനെ ഗുണം പിടിക്കും. ആഹാ. ശ്ശോ, നമസ്കാരം സാറേ. ദാസപ്പനോ? താൻ ഇവിടെ ഉണ്ടോടോ? അതെന്ത് ചോദ്യം സാറേ? CKP എവിടെ ഉണ്ടോ അവിടെ ദാസപ്പനുണ്ട്. അല്ല സാറേ, ഒരു സംശയം. നമ്മുടെ കോൺഗ്രസ് പിന്നെയും വളർന്ന. എന്താ ദാസപ്പ അങ്ങനെ ചോദിച്ചത്? അതെ, വരുന്ന വഴിക്ക് ഞാനൊരു ബാനർ ഉണ്ട്, കേരള പഠന കോൺഗ്രസ്. അത് കണ്ടു ചോദിച്ചതാ. അത് CPM-ന്റെ പഠന കോൺഗ്രസ്സാ. ഈ ലീഡറിന്റെ ഒരു കാര്യം, അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം കോൺഗ്രസ് ആക്കി കാണും. വെറുതെ അല്ല അവരവിടെ ഓടിച്ചത്. അല്ല, CM ആകത്തില്ലേ? ഓ ഉണ്ട്. എല്ലാവരുടെയും പരാതി കേട്ടോണ്ടിരിക്കുക. അതെ, ഈ ഉള്ളൊരുത്തിരി ഇവിടെ ഉള്ളെന്നൊന്ന് പറഞ്ഞു കേട്ടോ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. സ്വന്തം പാർട്ടിക്കാർ കൊലപാതകം ചെയ്തിട്ട് വന്നാലും അവരെയൊക്കെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നോ, ഇമ്പോസിബിൾ. അല്ല CM, അതൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ. കയ്യബദ്ധമോ? ഒരുത്തനെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കിയിട്ട് കയ്യബദ്ധം പറ്റിയെന്നോ? 1 2 ആണോ? 12 വെട്ടാണ് ആ പയ്യന്റെ ശരീരത്തിലുള്ളത്. നിങ്ങളുടെ മകൻ തന്നെ പോലീസിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണല്ലോ. സാർ അങ്ങനെ പറയരുത്. നമ്മുടെ സർക്കാർ വരാൻ ഞാനും എൻ്റെ ആൾക്കാരും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സാറിന് അറിയാമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് സാറിനെ കാണാൻ ഞാൻ വന്നത്. സാറ് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ എങ്ങനെ രക്ഷിക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആശുപത്രിയിൽ മൃതപ്രായനായി കിടക്കുന്ന ആ പയ്യനെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച മാരകായുധങ്ങൾ നിങ്ങളുടെ മകന്റെ ബെഡ്റൂമിൽ നിന്നല്ലേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ഇറ്റ് ഇസ് എ ക്ലിയർ എവിഡൻസ്. മകൻ വടിവാളും കത്തിയും മാരകായുധങ്ങളും കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോൾ പച്ചക്കറി എറിയാനും നഖം വെട്ടാനുമാണെന്നാണോ നിങ്ങൾ കരുതിയത്? മകനെ ഒരു ക്രിമിനലാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുകയായിരുന്നു. സാർ, എന്റെ മോൻ എനിക്ക് ആകെയുള്ളൊരു ആൺതരിയ. അവനെ വെട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന ആ പയ്യനും തന്തയ്ക്കും തള്ളയ്ക്കും ഒരു മോൻ മാത്രമാണ്. ആ അമ്മയും വന്ന് ഇതുപോലെ സങ്കടം പറഞ്ഞാൽ ആരുടെ കണ്ണീരിനാണ് ഞാൻ വില കൽപ്പിക്കേണ്ടത്? എനിക്ക് സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാൻ മാത്രമേ കഴിയൂ. അത് ആരായാൽ പോലും ഞാൻ അങ്ങനെയേ ചെയ്യൂ. സോറി. സാറേ, എന്റെ മോൻ. വർഗീസേ, ഇവരെ വിളിച്ചുകൊണ്ട് പോ. പുറത്ത് ഇനിയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പോയിക്കോളൂ. പ്രതാപ സാറേ, ബാബാ CM അകത്തുണ്ട്. ഗുഡ് മോർണിംഗ് CM. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താണോ പ്രതാപ, എന്തെങ്കിലും ഇഷ്യൂ ഇല്ലാതെ താൻ വരില്ലല്ലോ? ഈയിടെ ആനമുടിയിൽ നടന്ന കൂട്ടക്കൊലയെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. DYSP സുരേന്ദ്രനാഥും CI തോമസും അന്വേഷിച്ചാൽ ഈ കേസ് തെളിയാൻ പോകുന്നില്ല CM. ഏതെങ്കിലും എഫിഷ്യന്റ് ആയ IPS ഉദ്യോഗസ്ഥന്മാരെ വേണം ഈ കേസ് ഏൽപ്പിക്കാൻ. ഇപ്പോൾ അന്വേഷിക്കുന്നവരെ മാറ്റി പുതിയൊരാളെ ഏൽപ്പിക്കണമെന്ന് വെച്ചാ അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുന്ന കാര്യമാണോ? കാര്യങ്ങളൊക്കെ പ്രതാപനും അറിയാവുന്നതാണല്ലോ. പോലീസിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിട്ടുള്ളത്. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ജനങ്ങളുടെ പ്രതികരണം അറിയാനാവൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത സത്യസന്ധനായ ഒരു ഓഫീസറെ കൊണ്ട് വേണം ഈ കേസ് അന്വേഷിപ്പിക്കാൻ. പ്രതാപന്റെ ഉദ്ദേശശുദ്ധിയും ആവേശവും എനിക്ക് മനസ്സിലാവും. ഒരു യുവനേതാവായാൽ അങ്ങനെ ആയിരിക്കുകയും വേണം. ഏതായാലും DGP-യുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. പോരെ? ഓ, ഈ എൻക്വയറി നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ചുറ്റുപാട് നിന്നും എതിർപ്പായിരുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അന്വേഷണം എന്ന പേരും പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്. ഇങ്ങനെ ഒരു അഡ്വൈസ് പ്രതീക്ഷിച്ച് തന്നെയാണ് സാർ ഞാൻ വന്നത്. കൈക്കൂലി അഴിമതിയും നടത്തി വാദിയെയും പ്രതിയെയും ഒരുപോലെ സേവിക്കുന്ന വലിയ സ്റ്റാഫ് ഉള്ളിടത്തോളം കാലം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല സാർ. നീ ഇരിക്കെ. മറ്റുള്ളവർ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഡ്യൂട്ടി ജെന്യൂൻ ആയിട്ട് ചെയ്യുക. പിന്നൊരു കാര്യം കൂടി, സീനിയർ ഓഫീസേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാതെ എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെയാകണമെന്ന് പറയുന്ന നിന്റെ ആ പഴയ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിനെ തന്നെ അത് ബാധിക്കും. സാർ, ഞാൻ പറയുന്നത് നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നൗ ഡു വാട്ട് ഐ സേ. നിന്റെ ശുണ്ഠിയും ചൂരും ധാർഷ്ട്യവും ഒക്കെ ഒന്ന് മയപ്പെടുത്തി എല്ലാവരുമായി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം സാർ. പക്ഷെ ഔട്ട് ഓഫ് ദ വെയിൽ എന്തെങ്കിലും കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? ആരുടെയും മുഖത്ത് നോക്കാതെ ഹോണസ്റ്റായി ഡ്യൂട്ടി ചെയ്യണമെന്നല്ലേ സാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായി ഈ കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണമെന്ന് പഴമൊഴിയുണ്ടല്ലോ. ആ പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിനക്കിട്ടൊരു ഓമന പേരുണ്ടല്ലോ, അടിയോടടി. അതൊന്നും മാറ്റിയെടുത്ത് അച്ഛന്റെ പേര് കളയാതെ അടിയോടിയിൽ തന്നെ നിന്നാൽ മതി. സാർ, അത് വെറുതെ അസൂയക്കാരൻ. എന്തായാലും എന്നെ അറിവിന്റെ അക്ഷരം പഠിപ്പിച്ച അടിയോടി സാറിന്റെ മകനായതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. എനിവേ, ഓൾ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. താങ്ക് യു സാർ. ഇരിക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ SI മാത്തുക്കുട്ടി. ഹി വിൽ അസിസ്റ്റ് യു. മാത്തുക്കുട്ടി ആനമുടിയും സറൗണ്ടിങ്സും നന്നായി അറിയാവുന്ന ആളാ. എന്റെ മദറിന്റെ നേറ്റീവ് പ്ലേസ് ആണ് സാറേ ആനമുടി. സാറ് കേട്ടിട്ടുണ്ടാവും, മണവാളൻ ജോസഫ്.
അതെ, സിനിമാ നടൻ മണവാളൻ ജോസഫ് അല്ല, അഡ്വക്കേറ്റ് മണവാളൻ ജോസഫ്. അദ്ദേഹത്തിന്റെ മകളാണ് എന്റെ മദർ. ആ മദറിന്റെ മകനാണ് ആ, ഞാൻ. മതി, മതി. മതി മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേട്ടോ സാറേ, ആദ്യം നമുക്ക് ആനമുടിയിലേക്ക് പോകാം. അവിടെ അടിവാരത്തിന്റെ അമ്മയുടെ വീട്ടിലെ നേരത്തെ പറഞ്ഞില്ലേ മണവാളൻ ജോസഫിന്റെ മകള് നല്ല അസല് കുക്ക. അവിടെ വിളിച്ച് പറഞ്ഞാൽ നല്ല തേങ്ങ കൊത്തിയിട്ട് വരട്ടിയ മൊയിലിറച്ചി കിട്ടും. ഗ്രാൻഡ് മദറിന്റെ ഫേവറേറ്റ് ഫിഷാ, അല്ല ഡിഷാ. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ ഈ കുമുകുമാന്ന് മണം വരുന്നത്? അപ്പൊ സാറിന് വന്നില്ലേ മണം? ഇതെന്റെ ബോഡി സ്മെല്ല. വേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സ്മെല്ല. ഓഹോ, താൻ എപ്പോഴും ഇങ്ങനെ വേർക്കാറുണ്ടോ? അങ്ങനെ എപ്പോഴും വേർക്കാറില്ല. സാറിനെ കണ്ടപ്പോ പെട്ടെന്ന് വേർത്ത് പോയതാ. സാറിനെ കണ്ട ആരാ വേർക്കാത്തത്? മതി മതി, തന്റെ സംസാരിച്ചൊരു ഓവറാ. അതെ അതെ, അതെല്ലാവരും പറയാറുണ്ട് സാർ. ഈ മരിച്ച ചാക്കോ മേസ്റ്റിയുടെ വീട് തനിക്കറിയാവോ? അറിയാം സാർ. നമുക്ക് അന്വേഷണം ആദ്യം അവിടുന്ന് തുടങ്ങാം. അവിടെ ചെന്നിട്ട് എന്താ സാറേ കാര്യം? അല്ല, എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ ഒരെണ്ണം പോലും ബാക്കിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ സാറേ വെറുതെ സമയം മെനക്കെടുത്തുന്നത്? പോണം, പോകാം സാർ. നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പോകുന്നത്.